കണ്ണൂർ ചക്കരക്കല്ലിൽ ഭീതി വിതച്ച് ആക്രമണം നടത്തിയ തെരുവുനായ ചത്ത നിലയിൽ 25 പേർക്കാണ് ഈ നായയുടെ കടിയേറ്റിരുന്നത്. കുട്ടികളടക്കമുള്ളവർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നായ ഒരു ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് ചാടി വന്ന് ഞാൻ റോഡിലേക്ക് കൂടി നടന്നു പോകുന്നതാണ്. അപ്പോൾ ചാടി വന്ന് കടിച്ച മൂത്ത ഫസ്റ്റത്തിനെ കടിച്ച്, പിന്നെ തടുപ്പം കൈക്ക് കടിച്ച്. ഒരു നായാന്നാ പറഞ്ഞ കളർ പറഞ്ഞത് ഒരു ബ്രൗണും വെള്ളയാണ്. അതിപ്പോ എല്ലാരെയും കടിച്ചത് അതേ നായി എന്ന് പറയുന്നത്. കടയെ തുറക്കാൻ വേണ്ടി പോകുമ്പോന്ന് കടയിലെ ഒരു 20 മീറ്റർ ഇപ്പുറത്ത് തന്നെ കടിച്ചത്. ചാടി കടിച്ചത് ഫസ്റ്റ് തന്നെ മൂത്ത ചാടി കടിച്ചത്. ഒരു 30 പേർക്ക് കൂടുതൽ കടിയേറ്റുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജിലുള്ള 2 ആളുകൾ ഇങ്ങോട്ട് അഞ്ചരക്കടി മെഡിക്കൽ കോളേജിലുള്ള 2 ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇപ്പം ചെറുക്കാത്ത്, മുഴപ്പാലക്കടുത്ത് ചെറുക്കാത്ത് എന്ന സ്ഥലത്ത് വെച്ച് നായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അവിടുന്ന് നായി ഇതുണ്ട്. വേറെ നായി ഉണ്ടോന്ന് പിന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഈ പറഞ്ഞ നായിയെ ഇപ്പം നിലവിൽ കൊന്നിട്ടുണ്ട്. ഒരാളെ കടിക്കാൻ നോക്കുമ്പോൾ അയാൾ കൊന്നതാണ്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 30-ലധികം പേർക്കാണ് ഈ നായയുടെ കടിയേറ്റിരിക്കുന്നത്. ഇപ്പോൾ ചത്തനിലയിൽ കണ്ടു എന്ന് പറയുന്നത് ഇതേ നായയെ തന്നെയാണോ? അമൃത, 2 മണിക്കൂർ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്തെ ഏതാണ്ട് 30-ലധികം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ മുതൽ ഏറെ പ്രായമായ ആളുകൾ വരെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ കുഞ്ഞുകുട്ടി, അതായത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അടക്കം അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന വയസ്സായ പ്രായമായ വയോധികയെ വരെ ആ തെരുവുനായ ആക്രമിച്ചു. റോഡിലൂടെ പോയവരെ ഒന്നും തെരുവുനായ വെറുതെ വിട്ടില്ല. മദ്രസ കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് നേരെ അക്രമമുണ്ടായി. ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് നേരെ അക്രമമുണ്ടായി. ഒപ്പം സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടികൾക്ക് നേരെ, കോളേജിൽ പോവുകയായിരുന്ന കുട്ടികൾക്ക് നേരെ ഒക്കെ ആ തെരുവുനായയുടെ അക്രമം ഉണ്ടാകുന്നു. പലർക്കും അതിഭീകരമായ രീതിയിൽ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. പലരും തെരുവുനായ ആക്രമണത്തിൽ നിലത്ത് വീണുപോയി. തുടർന്ന് തെരുവുനായ മുഖത്തും ഒപ്പം കഴുത്തിലുമൊക്കെ അതിക്രൂരമായി കടിക്കുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പലപ്പോഴും കരളലിയിക്കുന്ന തരത്തിലുള്ള അത്രമേൽ സങ്കടകരമായ കാഴ്ചയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോൾ കാണുന്നത്. അവിടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മാത്രം ഏതാണ്ട് 27 ആളുകളെ എത്തിച്ചിട്ടുണ്ട്. അവരെ അവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. അവർക്കൊക്കെ പ്രാഥമിക ശുശ്രൂഷ നൽകി. അതിനുശേഷം പേപ്പട്ടി വിഷബാധക്കെതിരായിട്ടുള്ള മരുന്ന് കുത്തിവെച്ചിട്ടുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ 3 പേരുണ്ട്. അവരെ കൂടി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മലയാള മനോരമയുടെ അവിടുത്തെ പ്രാദേശിക ഏജന്റ് കൂടിയായിട്ടുള്ള ഒരാൾക്കാണ്. അതായത് മുതുക്കുറ്റിയിലെ പ്രാദേശിക ലേഖകൻ രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മൂക്കിനാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. ഇയാൾ ചാലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ഇയാളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് 2 പേരെ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 35ഓളം ആളുകൾക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി തെരുവുനായയുടെ കടിയേൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരുവേരി, കണയന്നൂർ, ആർവിമുട്ട, മിടാവിലോട്, കാവിൻമൂട, ഉച്ചുളിക്കുന്ന്, മുഴപ്പാല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ കടിയേറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 ആദ്യമായി ഒരു പേപ്പട്ടിയുടെ ഈ ഭ്രാന്തൻ നായയുടെ കടി ഏൽക്കുന്നത്. 6:30 കൊയ്യോട് പൊക്കന്മാവിൽ വെച്ച് ഒരു കുട്ടിയെ ഈ ഭ്രാന്തൻ നായ കടിച്ചിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തായി 30-ലധികം ആളുകളെ നായ ഓടിച്ചിട്ട് കടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പിന്നീട് നായയെ കണ്ടുപിടിക്കാനുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി വിവിധ ആളുകൾ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നായയ്ക്ക് വേണ്ടിയുള്ള നിരീക്ഷണം ആരംഭിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നായയെ മുഴപ്പാലക്കടുത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് കൂടുതൽ നായ്ക്കൾ ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് നായ്ക്കൾ ആക്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരികയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. നമുക്ക് അവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഒരു നായ തന്നെയാണ് ഈ 30-ലധികം ആളുകളെയും ആക്രമിച്ചതെന്നാണ്.